KCN മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്രതവിശുദ്ധിയിൽ കടന്നെത്തിയ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ ആത്മീയ മുഖരിതമായി. റമദാനിലെ പുണ്യദിനത്തിൽ ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഴുകി വിശ്വാസികൾ. കാസർഗോഡ് നഗരസഭയ്ക്കും ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിനുമായി കിഫ്ബി ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ശനിയാഴ്ച കാസർഗോഡ് നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ജില്ലയിൽ കഴിഞ്ഞ വർഷം 2447 പേർക്ക് പട്ടയം നൽകിയതായി കലക്ടർ കെ ജീവൻ ബാബു അറിയിച്ചു. അടുത്ത പട്ടയമേളയിൽ 1000-ലധികം പേർക്ക് പട്ടയം നൽകുമെന്നും കലക്ടർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള കർണാടക അതിർത്തി ഗ്രാമമായ പൈവളികെ പഞ്ചായത്തിൽ ആവശ്യത്തിന് സ്റ്റാഫുകളില്ല. ജനങ്ങൾ ദുരിതത്തിൽ. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷിക ദിനമായ വെള്ളിയാഴ്ച UDF വഞ്ചനാ ദിനമായി ആചരിച്ചു. UDF കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച ധർണാ സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് കൈരളിപ്പാറ റൂട്ടിലെ KSRTC ബസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആക്ഷൻ കമ്മിറ്റി കാസർഗോഡ് KSRTC ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തി. മടിയൻ കൂലോം പാരമ്പര്യ ട്രസ്റ്റി അധികാരിയായ മടിയൻ നായരച്ചനായി വെള്ളിക്കൊത്തിലെ VM കുഞ്ഞിക്കണ്ണൻ നായർ സ്ഥാനാരോഹണം ചെയ്തു. നീണ്ട ഇടവേളയ്ക്കു ശേഷമാണ് വെള്ളിക്കൊത്ത് മലൂർ തറവാട്ടിൽ മടിയൻ നായരച്ചൻ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നത്. വാർത്തകൾ വിശദമായി. വ്രതവിശുദ്ധിയിൽ കടന്നെത്തിയ റംദാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ ആത്മീയ മുഖരിതമായി. വിശുദ്ധ റംസാനിലെ പുണ്യദിനത്തിൽ മനസ്സും ശരീരവും ദൈവിക മാർഗത്തിൽ സമർപ്പിച്ച് ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഴുകുവാൻ പള്ളികളിൽ വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. റമദാനിലെ കാരുണ്യത്തിന്റെ 10ലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഖുർആൻ പാരായണം ചെയ്തും പ്രാർത്ഥനകൾ ഉരുവിട്ടും വിശ്വാസികൾ പള്ളികളെ ആത്മീയ മുഖരിതമാക്കി. റമസാനിലെ പകലിരവുകൾ പരമാവധി പുണ്യകരമാക്കണമെന്നും വിചാരണ നാളിൽ റമസാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിധം റമസാനെ ഹൃദയത്തിലേറ്റണമെന്നും ഖത്തീബുമാർ വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു. ഹൃദയവിശുദ്ധിയോടെ നോമ്പിന്റെ ചൈതന്യം കാത്തുസൂക്ഷിക്കുവാനും ആരാധനകളാൽ രാപ്പകലുകൾ ധന്യമാക്കുവാനും ഖത്തീബുമാർ ഉദ്ബോധിപ്പിച്ചു. നഗരങ്ങളിലുൾപ്പെടെ എല്ലാ ജുമാ മസ്ജിദുകളിലും വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. റമസാന്റെ വിശുദ്ധിയെ ജീവിതത്തിലേക്ക് ആവാഹിക്കുവാൻ മനസ്സിനെ പാകപ്പെടുത്തിയാണ് വിശ്വാസി വൃന്ദം പള്ളികളിൽ നിന്നിറങ്ങിയത്. കാസർഗോഡ് നഗരത്തിലെ പ്രധാന പള്ളികളായ തളങ്കര മാലിക് ദിനാർ വലിയ ജുമാ മസ്ജിദ്, നെല്ലിക്കുന്ന് മൊഹീദ്ദീൻ ജുമാ മസ്ജിദ്, ടൗൺ മുബാറക് മസ്ജിദ്, സുന്നി സെൻറ്റർ മസ്ജിദ്, മസ്ജിദ് ഹസനത്തുൽ ജാരിയ, തെരുവത്ത് ജുമാ മസ്ജിദ്, തായിലങ്ങാടി ക്ലിർ ജുമാ മസ്ജിദ്, അബൂബക്കർ സിദ്ദിഖ് മസ്ജിദ്, സലഫി സെൻറ്റർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ദാനധർമ്മത്തിൻ്റെ മഹത്വവും ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ജീവിതവും റമദാനിലൂടെ കരസ്ഥമാക്കി തുടർ ജീവിതത്തിലും പ്രാവർത്തികമാക്കുമെന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിരവധി വിശ്വാസികളാണ് ആദ്യ വെള്ളിയാഴ്ച പള്ളികളിൽ നടന്ന നമസ്കാരങ്ങളിൽ പങ്കെടുത്തത്. കാസർഗോഡ് നഗരസഭ ഓഫീസിന് സമീപമുള്ള വിസ്റ്റം ദവാസ് സെൻറ്റർ മസ്ജിദിൽ നടന്ന ജുമാ പ്രാർത്ഥനയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മലപ്പുറം ജാമിയ അൽ ഹിന്ദ് ഡയറക്ടർ ഫൈസൽ മൗലവി ജുമാ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് നഗരസഭയ്ക്കും ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിനുമായി കിഫ്ബി ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. കാസർഗോഡ് ഉദുമ നിയോജക മണ്ഡലങ്ങളിലെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിക്കും ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിനുമായി കിഫ്ബി ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ശനിയാഴ്ച കാസർഗോഡ് നടക്കുമെന്ന് നെല്ലിക്കുന്ന് MLAയും ജല അതോറിറ്റി അധികൃതരും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ, P കരുണാകരൻ MP, K കുഞ്ഞിരാമൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ 2ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ സംബന്ധിക്കും. 2016-17 വർഷത്തെ സർക്കാർ ബജറ്റിൽ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ചെയ്യാവുന്ന ഒരു വർക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. 76 കോടി രൂപ.
അത് കാസർഗോഡ് ജില്ലയിലെ 2 മണ്ഡലങ്ങൾ, ഒന്ന് കാസർഗോഡും പിന്നെ ഉദുമയും. കാസർഗോഡ് മുനിസിപ്പാലിറ്റിക്കും ഉദുമ നിയോജക മണ്ഡല ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിനും ഈ കുടിവെള്ളം ലഭിക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ 76 കോടി രൂപയുടെ പദ്ധതിയാണിത്. ഈ പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ് നാളെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മാത്യു ടി തോമസ് അവറുകൾ നിർവഹിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം 4 മണിക്ക്, നാളെ വൈകുന്നേരം 4 മണിക്ക് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് പരിപാടി. എന്നെ നെല്ലിക്കുന്ന് MLAയോടൊപ്പം കേരള വാട്ടർ അതോറിറ്റി പ്രൊജക്ട് ഡിവിഷൻ എഞ്ചിനീയർ DK രത്നകുമാർ, K ഗിരീഷ് ബാബു, PR ഉഷ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലയിൽ കഴിഞ്ഞ വർഷം 2447 പേർക്ക് പട്ടയം നൽകിയതായി കലക്ടർ K ജീവൻ ബാബു അറിയിച്ചു. അടുത്ത പട്ടയമേളയിൽ 1000-ലധികം പേർക്ക് പട്ടയം നൽകുമെന്നും കലക്ടർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 31-ന് വെള്ളരിക്കുണ്ടിലും ജൂൺ 1-ന് മഞ്ചേശ്വരത്തുമാണ് പട്ടയമേള സംഘടിപ്പിക്കുന്നത്. ഈ പട്ടയമേളകളിൽ 1000-ലധികം പേർക്ക് പട്ടയം നൽകും. ജില്ലയിലെ ഭൂമിയുടെ ആദ്യഘട്ട റീസർവേ 6 മാസത്തിനകം പൂർത്തിയാക്കുമെന്നും കലക്ടർ K ജീവൻ ബാബു പറഞ്ഞു. 10 വില്ലേജുകളിലെ റീസർവേയാണ് നടന്നുവരുന്നത്. ഇത് കഴിഞ്ഞാൽ മറ്റ് ഏജൻസികളുടെ സഹായത്തോടെ കൂടുതൽ വില്ലേജുകളിൽ റീസർവേ തുടങ്ങും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 8752 പേർക്ക് 15,37,17,664 രൂപയുടെ സഹായം നൽകിയതായും കളക്ടർ അറിയിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ 2ാം വാർഷികാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ആനുകൂല്യ വിതരണവും 19-ന് കാഞ്ഞങ്ങാട്ട് നടക്കുമെന്നും കളക്ടർ അറിയിച്ചു. മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി E ചന്ദ്രശേഖരൻ അധ്യക്ഷനാകും. 25 വരെ നീണ്ടുനിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി ഉൽപ്പന്ന പ്രദർശന വിപണന മേളയും സാംസ്കാരിക പരിപാടികളും ഉണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചു. ജില്ലാ കളക്ടർ K ജീവൻ ബാബുവിനോടൊപ്പം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EV സുഗതൻ, കാസർഗോഡ് ADM N ദേവിദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. ആവശ്യത്തിന് സ്റ്റാഫുകളില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കേരള കർണാടക അതിർത്തി ഗ്രാമമായ പൈവളികി പഞ്ചായത്തിലെ ജനങ്ങൾ. പരാതി പറയാനോ അപേക്ഷ നൽകാനോ പഞ്ചായത്തിലെത്തിയാൽ ആളില്ലെന്ന് മാത്രമല്ല, ഇരിപ്പിടം പോലും നൽകാതെ ബുദ്ധിമുട്ടിക്കുകയാണ് ഉദ്യോഗസ്ഥരെന്നാണ് നാട്ടുകാരുടെ പരാതി. പഞ്ചായത്തിലെ നിലവിലുള്ള സ്റ്റാഫുകൾ തന്നെ ജോലിക്ക് വരുന്നത് അവരുടെ സൗകര്യമനുസരിച്ചാണ്. ജനുവരി മുതൽ കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് ലഭിക്കാൻ അപേക്ഷ നൽകിയിട്ടും അനുമതി ലഭിക്കാതെ മെയ് മാസം അവസാനിക്കാറായിട്ടും അക്ഷമരായി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. പഞ്ചായത്തിൽ പല വാർഡുകളിലും തട്ടുകടകൾ അനുവദിച്ച് മെമ്പർമാർ മാസപ്പടി വാങ്ങുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. പഞ്ചായത്ത് സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകളും പ്രവർത്തിക്കുന്നില്ല. മാറ്റി സ്ഥാപിക്കാൻ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുമ്പോൾ ഒരുപാട് കാലം നീണ്ടു നിൽക്കുമെങ്കിലും റോഡടക്കമുള്ള നിർമ്മിതികൾ വേഗത്തിൽ നശിച്ചു പോകുന്നു. വാർഡുകളിലേക്കുള്ള പദ്ധതി വിഹിതം നൽകുമ്പോൾ അതിലും വിവേചനം നിലനിൽക്കുന്നതായി നാട്ടുകാർക്ക് പരാതിയുണ്ട്. കഴിഞ്ഞ വർഷം കുടിവെള്ളം വിതരണം ചെയ്ത വകയിൽ കിട്ടാനുള്ള തുക ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് വിതരണക്കാരൻ പറയുന്നു. വേനൽ കത്തി നിൽക്കുമ്പോഴും ജനങ്ങൾക്ക് കുടിവെള്ളം നൽകാനുള്ള ശ്രമവും തുടങ്ങിയിട്ടില്ല. ശക്തമായ പ്രതിപക്ഷമില്ലാത്ത പഞ്ചായത്തിലെ ഭരണ പ്രതിപക്ഷ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷിക ദിനമായ വെള്ളിയാഴ്ച UDF വഞ്ചനാ ദിനമായി ആചരിച്ചു. ഇതോടനുബന്ധിച്ച് UDF കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച ധർണാ സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷിക ദിനമായ വെള്ളിയാഴ്ച UDF വഞ്ചനാ ദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായാണ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന ധർണാ സമരം UDF ജില്ലാ ചെയർമാൻ ചെർക്കളം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. 3 വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയത് അക്രമവും കൊലപാതകവും അരാജകത്വവും നിറഞ്ഞ രാഷ്ട്രീയ സംവിധാനമാണ്. എല്ലാ രംഗത്തും പരാജയമായ ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ശാശ്വത സമാധാനമില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അത് തികച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബാലിശമാണ്. അക്രമത്തിനും അരാജകത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ ഭരിക്കുന്ന പാർട്ടി ഇവിടെ
കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ BJP ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. AM കടവത്ത് അധ്യക്ഷത വഹിച്ചു. കരുൺ താപ്പ, NA നെല്ലിക്കുന്ന് MLA, A അബ്ദുറഹ്മാൻ, TE അബ്ദുള്ള, ബാലകൃഷ്ണ വോർക്കുഡ്ലു, ബി ഫാത്തിമ ഇബ്രാഹിം, PM മുനീർ ഹാജി, മൂസാബി ചിർക്കള, നാഷണൽ അബ്ദുള്ള, ഉബൈദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് കൈരളിപ്പാറ റൂട്ടിലെ KSRTC ബസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആക്ഷൻ കമ്മിറ്റി കാസർഗോഡ് KSRTC ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തി. കാസർഗോഡ് കൈരളിപ്പാറ റൂട്ടിലെ KSRTC ബസ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആക്ഷൻ കമ്മിറ്റി കാസർഗോഡ് ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന യോഗം ബേഡെടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് C രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിലെ വളരെ വിദൂര ഗ്രാമപ്രദേശമായിട്ടുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്ന 500-ലധികം കുടുംബങ്ങൾ, അതിൽ തന്നെ പ്രത്യേകിച്ചും സാമൂഹ്യമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആദിവാസി കുടുംബങ്ങളും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് ദീർഘവർഷങ്ങളായിട്ടൊരു സർവീസ് നടത്തിയിരുന്ന KSRTC ബസ്സാണ് ഏകപക്ഷീയമായിട്ടുള്ള ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ നിർത്തലാക്കിയത് മുതൽ അത് തുറന്ന് വീണ്ടും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അധികാരികൾ അത് ഭദ്രകർമ്മത്തിൽ പതിച്ച വിലാപം പോലെ ഒന്നും കേൾക്കാതെ ഒരു നടപടിയും എടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് K രമണി അധ്യക്ഷത വഹിച്ചു. പായം സുകുമാരൻ, C ബാലൻ, E കുഞ്ഞിരാമൻ, ജയപുരം ദാമോദരൻ, P ഓമന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. മടിയൻ കൂലോം പാരമ്പര്യ ട്രസ്റ്റി അധികാരിയായ മടിയൻ നായരച്ചനായി വെള്ളിക്കോത്ത് സൗമ്യയിലെ VM കുഞ്ഞിക്കണ്ണൻ നായർ സ്ഥാനാരോഹണം ചെയ്തു. നീണ്ട ഇടവേളയ്ക്കു ശേഷമാണ് വെള്ളിക്കോത്ത് മലൂർ തറവാട്ടിൽ മടിയൻ നായരച്ചൻ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നത്. മടിയൻ കൂലോം പാരമ്പര്യ ട്രസ്റ്റി അധികാരിയായ മടിയൻ നായരച്ചനായി വെള്ളിക്കോത്ത് സൗമ്യയിലെ വേളൂർ മലൂർ കുഞ്ഞിക്കണ്ണൻ നായർ സ്ഥാനാരോഹണം ചെയ്തു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് വെള്ളിക്കോത്ത് മലൂർ തറവാട്ടിൽ മടിയൻ നായരച്ചൻ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നത്. LIC കോഴിക്കോട് ഡിവിഷനിൽ നിന്ന് സീനിയർ മാനേജറായി വിരമിച്ച 84-കാരനായ കുഞ്ഞിക്കണ്ണൻ നായർ നീലേശ്വരം രാജാവായ കിണാവൂർ കോവിലകത്ത് KC രവിവർമ്മ രാജയിൽ നിന്ന് ചുരിക സ്വീകരിച്ചാണ് സ്ഥാനാരോഹണം നടത്തിയത്. കലശം കുളിച്ച് നീലേശ്വരം രാജാവിൽ നിന്ന് രാജചിഹ്നത്തിന്റെ അടയാളവുമായി ചുരിക വാങ്ങി കെട്ടിയാണ് സ്ഥാനാരോഹണം നടന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMUവിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി ഫെഡറേഷൻ BMKUവിന്റെ നേതൃത്വത്തിലാണ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, ക്ഷേമനിധി ബോർഡിന് 300 കോടി അനുവദിക്കുക, നെൽവയൽ തണ്ണീർത്തട നിയമം കർശനമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന യോഗം CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU ദീർഘകാലമായി ഗവൺമെന്റോട് ആവശ്യപ്പെടുന്നതാണ്. കർഷക തൊഴിലാളി പണിയെടുക്കുന്നത് മണ്ണിലാണ്. നിർമ്മാണ തൊഴിലാളി നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നത് പോലെ കർഷക തൊഴിലാളി മണ്ണിൽ പണിയെടുക്കുകയാണ്. ആ മണ്ണിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളിയുടെ ക്ഷേമനിധി ബോർഡിലേക്ക് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതിനെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ആധാരങ്ങൾ നടക്കുമ്പോൾ ചെറിയ ശതമാനം, 0.5% അതിൽ നിന്ന് സെസ്സായി തിരിച്ച് ക്ഷേമനിധി ബോർഡിന് നൽകണമെന്ന് ദീർഘകാലമായി ആവശ്യപ്പെടുന്നതാണ്. N ബാലകൃഷ്ണൻ അധ്യക്ഷനായി. M നാരായണൻ, മുൻ MLA A ദാമോദരൻ, V കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗംഗാധരൻ പള്ളിക്കാപ്പിൽ സ്വാഗതം പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി E.K. നായനാരുടെ ഒളിവ് ജീവിതത്തെക്കുറിച്ചും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ കവിതയുടെ സംഗീത ആവിഷ്കരണം മെയ് 20-ന് കാഞ്ഞങ്ങാട് നഗരസഭാ ടൗൺ ഹാളിൽ നടക്കും. DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മലയാളി സമൂഹത്തിന്റെ മനസ്സിൽ മായാമുദ്ര പതിപ്പിച്ച ജനനേതാവും മുൻ മുഖ്യമന്ത്രിയുമായ E.K. നായനാരുടെ ഒളിവ് ജീവിതത്തെക്കുറിച്ചും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചും അടിസ്ഥാനമാക്കിയാണ് കവിതയുടെ സംഗീതാവിഷ്കരണം തയ്യാറാക്കിയത്. DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് 20-ന് വൈകിട്ട് കാഞ്ഞങ്ങാട് നഗരസഭാ ടൗൺ ഹാളിൽ വെച്ചാണ് സംഗീത ആവിഷ്കരണം നടക്കുന്നത്.
AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകൻ P. കുഞ്ഞിക്കണ്ണനാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. വെള്ളിക്കോത്ത് വിഷ്ണുഭട്ട് സംഗീതാവിഷ്കരണം നടത്തും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന VK നായനാരുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒളിവ് ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനും മേലാങ്കോട്ട് സ്കൂൾ അധ്യാപകനുമായിട്ടുള്ള P. കുഞ്ഞിക്കണ്ണൻ മാഷ് രചിച്ച ഗാനം ജനകീയ സംഗീതത്തിൻ്റെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സംഗീതജ്ഞൻ വെള്ളിക്കോത്ത് വിഷ്ണുഭട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഏറെ വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടിക്കാണ് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുന്നത്. പരിപാടിയിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും MP-യുമായ P. കരുണാകരൻ സംബന്ധിക്കും. ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു, DYFI സംസ്ഥാന പ്രസിഡന്റ് K. മണികണ്ഠൻ, ജില്ലാ സെക്രട്ടറി CJ സജീദ്, ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത്, K. സബീഷ് തുടങ്ങിയവർ പങ്കെടുക്കും. നായനാരുടെ കുടുംബാംഗങ്ങളും പരിപാടി ആസ്വദിക്കാനെത്തും. പരിപാടിയിൽ വെച്ച് DYFI സംഘടിപ്പിച്ച K7 സോക്കറിന്റെ ഭാഗമായുള്ള മാധ്യമ അവാർഡുകളും സമ്മാനിക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജില്ലയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കി അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും കലക്ടർ K. ജീവൻ ബാബു 14-നും 18-നും ഇടയിലുള്ള കൗമാരക്കാരായ കുട്ടികളെ 2016-ലെ ബാലവേല നിയന്ത്രണ നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ള ജോലികളിൽ നിയോഗിക്കുന്നത് തടയുമെന്നും കലക്ടർ പറഞ്ഞു. വീടുകൾ, ഹോട്ടലുകൾ, ഫാക്ടറികൾ എന്നിവിടങ്ങളിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കിക്കൊണ്ട് ജോലി ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ തൊഴിൽ ദാതാവിനെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. തീവണ്ടികളിലും ബസ് സ്റ്റാൻഡുകളിലും കൈക്കുഞ്ഞുങ്ങളുമായി ഭിക്ഷാടനം നടത്തുന്നത് ബാലനീതി 2015 നിയമപ്രകാരം 5 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെന്നും ഭിക്ഷാടനം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഗാർഹിക ആവശ്യങ്ങൾക്കായി ഇതര ജില്ലകളിൽ നിന്നോ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നോ കുട്ടികളെ കടത്തിക്കൊണ്ടുവരുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമ വകുപ്പ് 370 പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. ഇക്കാര്യത്തിൽ റെസിഡൻസ് അസോസിയേഷനുകളും പൊതുസമൂഹവും ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കുട്ടികളെ നിയമവിരുദ്ധമായി ജോലി ചെയ്യിക്കുകയോ ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുകയോ ചെയ്താൽ ബന്ധപ്പെട്ടവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ P. ബിജു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. വാർത്തകളിലേക്ക്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ നീലേശ്വരം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓട്ടോ തൊഴിലാളി യൂണിയൻ INTUC നീലേശ്വരം ഡിവിഷൻ കമ്മിറ്റി നേതൃത്വം നൽകി. പ്രതിഷേധം പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ. പെട്രോൾ ഡീസൽ വില വർധനവ് നിയന്ത്രിക്കുക, കേരള സർക്കാരുകൾ ഏർപ്പെടുത്തിയ നികുതി തീരുവ കുറയ്ക്കുക, ഇൻഷുറൻസ് പ്രീമിയം വർധനവ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓട്ടോ തൊഴിലാളി യൂണിയൻ INTUC നീലേശ്വരം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടോ തൊഴിലാളികൾ നീലേശ്വരം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിനു ശേഷം നടന്ന ധർണ KPCC അംഗം അഡ്വക്കേറ്റ് KK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. 33 രൂപ പെട്രോളിനും 24 രൂപ 58 പൈസ ഡീസലിനും, അതായത് കേന്ദ്രത്തിൻ്റെതും അതുപോലെ തന്നെ കേരളത്തിൻ്റെതും ഏകദേശം 25 × 25 50 100 രൂപക്ക് പെട്രോൾ അടിക്കുമ്പോൾ 50% രൂപ ഈ ടാക്സ് ഇനത്തിൽ കേന്ദ്രത്തിലേക്കും കേരളത്തിലേക്കും പോകും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഇതൊക്കെ ആട്ടെ, ഇനി ഇതെല്ലാം വന്നോട്ടെ. ഇവിടെ ഇന്നലത്തെ ഇപ്പോൾ കർണാടക സ്റ്റേറ്റ് ഇലക്ഷൻ വരുന്നതോടുകൂടി നമ്മളോട് 21ാമത്തെ സംസ്ഥാനം BJP ഭരണത്തിലേക്ക് വന്നു. C. വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. മാമുനി വിജയൻ, M. രാധാകൃഷ്ണൻ നായർ, P. രാമചന്ദ്രൻ, KN ശശി, രമേശൻ കരുവാച്ചേരി, VV സുധാകരൻ, മാടായി ബാലകൃഷ്ണൻ, കുഞ്ഞികൃഷ്ണൻ ചൂട്ടും, M. രഘു, മാമുനി ശശി, വിജേഷ് ഓർച്ച എന്നിവർ സംസാരിച്ചു. വടകര മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ പൂമാലിക പുരസ്കാരം കാടാങ്കോട്ടെ M. കുഞ്ഞികൃഷ്ണൻ പണിക്കർക്ക്. പുരസ്കാര സമർപ്പണം 19-ന് ചെറുവത്തൂർ കുട്ടമത്ത് പള്ളി ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉത്തര കേരളത്തിലെ ക്ഷേത്രകലയായ പൂരക്കളി മറത്തകളിയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി വടകര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലബാർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തിവരുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് വർഷം തോറും പൂരക്കളി പണിക്കന്മാർക്ക് നൽകിവരുന്ന പൂമാലിക പുരസ്കാരം. ഇത്തവണ പുരസ്കാരത്തിന് അർഹനായത് ചെറുവത്തൂർ കാടാങ്കോട്ടയം കുഞ്ഞികൃഷ്ണൻ പണിക്കരാണ്. ഈ മാസം 19-ന് കുട്ടമത്ത് പള്ളിയിൽ ശ്രീ ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാര സമർപ്പണം നടത്തും. രാവിലെ 10 മുതൽ പരിപാടികൾ നടക്കും. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കുട്ടമത്ത് സാഹിത്യത്തിൽ സെമിനാർ, നാടകം, യോഗി മറത്തുകളി, കുട്ടമത്ത് കൃതികളെ ആസ്പദമാക്കി കാവ്യ പുഷ്പാഞ്ജലി എന്ന പേരിൽ മറത്തുകളി എന്നിവയും നടത്തും. വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷനാകും.
വിജയകുമാർ വല്ലേരി പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തുകയും ഡോക്ടർ KKN കുറുപ്പ് പൊന്നാട അണിയിക്കുകയും ചെയ്യും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാര സമർപ്പണം നടത്തും. ഡോക്ടർ KKN കുറുപ്പിന്റെ പൂരക്കളി ആൻഡ് മറത്തുകളി എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വ്രതവിശുദ്ധിയിൽ കടന്നെത്തിയ റംദാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ ആത്മീയ മുഖരിതമായി. റംദാനിലെ പുണ്യദിനത്തിൽ ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഴുകി വിശ്വാസികൾ. കാസർഗോഡ് നഗരസഭയ്ക്കും ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിനുമായി കിഫ്ബി ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ശനിയാഴ്ച കാസർഗോഡ് നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ജില്ലയിൽ കഴിഞ്ഞ വർഷം 2447 പേർക്ക് പട്ടയം നൽകിയതായി കലക്ടർ കെ ജീവൻ ബാബു അറിയിച്ചു. അടുത്ത പട്ടയമേളയിൽ 1000-ലധികം പേർക്ക് പട്ടയം നൽകുമെന്നും കലക്ടർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള കർണാടക അതിർത്തി ഗ്രാമമായ പൈവളികെ പഞ്ചായത്തിൽ ആവശ്യത്തിന് സ്റ്റാഫുകളില്ല. ജനങ്ങൾ ദുരിതത്തിൽ. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷിക ദിനമായ വെള്ളിയാഴ്ച UDF വഞ്ചനാ ദിനമായി ആചരിച്ചു. UDF കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച ധർണാ സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് കൈരളിപ്പാറ റൂട്ടിലെ KSRTC ബസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആക്ഷൻ കമ്മിറ്റി കാസർഗോഡ് KSRTC ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തി. മടിയൻ കൂലോം പാരമ്പര്യ ട്രസ്റ്റ് അധികാരിയായ മടിയൻ നായരച്ചനായി വെള്ളിക്കൊത്തിലെ VM കുഞ്ഞിക്കണ്ണൻ നായർ സ്ഥാനാരോഹണം ചെയ്തു. നീണ്ട ഇടവേളയ്ക്കു ശേഷമാണ് വെള്ളിക്കൊത്ത് മലൂർ തറവാട്ടിൽ മടിയൻ നായരച്ചൻ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.